തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്ത് BJP വലിയ പ്രതീക്ഷയോടുകൂടി അതിൻ്റെ A+ കാറ്റഗറിയിലുള്ള ഒരു സീറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സാധ്യതാ പട്ടികയിൽ. അവിടെ രാജീവ് ചന്ദ്രശേഖറെ തന്നെ സ്ഥാനാർത്ഥിയാക്കി, കേന്ദ്രമന്ത്രിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. രാജീവ് ചന്ദ്രശേഖറുണ്ട്, അവിടെ ശശി തരൂറുണ്ട്. രണ്ടുപേരും മലയാളികളാണ്. പക്ഷേ ജനിച്ചത് രണ്ടുപേരും കേരളത്തിന് പുറത്താണ്. രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് ഗുജറാത്തിൽ, ശശി തരൂർ ജനിച്ചത് ലണ്ടനിൽ, വിശ്വപൗരനാണ് അദ്ദേഹം. അപ്പോൾ അവർ തമ്മിൽ ഏറ്റുമുട്ടലാണ്. ഈ ഏറ്റുമുട്ടലിൽ ഒരുപക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് BJP കരുതുന്നു. മാതൃഭൂമി അതിനിടയ്ക്ക് ഒരു സർവേ നടത്തിയിരുന്നു. ഈ സർവേ 25,000 പേരെ സാമ്പിളാക്കിക്കൊണ്ടുള്ള സർവേ. ഈ 25,000 പേരെ വെച്ചുകൊണ്ടുള്ള സാമ്പിൾ സർവേ എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ തന്നെ 12 ലക്ഷത്തോളം ഒക്കെ വോട്ടർമാരുണ്ട്. അത് സത്യമാവണമെന്നില്ല, അത്ര ശരിയാവണമെന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 1-2% വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രനും തമ്മിൽ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഉദാഹരണത്തിന് ഈ സർവേ, മാതൃഭൂമിയെ നടത്തിയ സർവേ കൊണ്ട് തന്നെ ഒരു ഗതിമാറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം അഭിപ്രായ രൂപീകരണം നടത്തുന്ന മാധ്യമങ്ങളാണ് അഭിപ്രായ രൂപീകരണം നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു 1 അല്ലെങ്കിൽ 2% വോട്ടുകളിലൊക്കെ മാറ്റം വരുത്തുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മനഃശാസ്ത്രപരമായിട്ട് അവതരിച്ചാൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവിടെ തോൽക്കും എന്ന് വന്നു കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന പലരും അവിടെ വോട്ട് ചെയ്യാതെ വരും. ഒരു 1-2% എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു 10,000-40,000 വോട്ടുകൾ അവിടെ മറിയാൻ സാധ്യതയുണ്ട്. അവർ വോട്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. വേറെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുത്തു കളയുന്നു, അങ്ങനെയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ സർവേകളും ഈ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായത്തെയും തീരുമാനത്തെയും സ്വാധീനിക്കുക ഘടകം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് സമയപരിധിയും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇലക്ഷൻ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടും അത് ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ. പക്ഷേ കോൺഗ്രസിൽ നിന്നുള്ള 2 പ്രമുഖ വ്യക്തികൾ, മഹേശ്വരൻ നായർ അതുപോലെ തന്നെ തമ്പാനൂർ സതീഷ്, BJPയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യം, അങ്ങനെയല്ല. അത് അവർ രണ്ടുപേരും വളരെ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു മണ്ഡലത്തിൽ. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 20,000-ഓ രണ്ടുപേരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ 40,000 വോട്ടുകൾ മറിക്കാൻ പറ്റും. ഈ ശതമാനത്തിൽ കാര്യമായ വ്യത്യാസം വരുത്തും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങിയ വളരെ സമർത്ഥനാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. അതുപയോഗിച്ചാണല്ലോ സോഷ്യൽ മീഡിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ള സോഷ്യൽ മീഡിയ ആക്ഷൻ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് BJPയാണ്. ഇപ്പോഴും അതിൽ വിദഗ്ധനാണ് രാജീവ് ചന്ദ്രശേഖർ. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ശേഷം പൊഴിയൂരിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം അപ്പോൾ തന്നെ അദ്ദേഹം പരിഹരിച്ചു. അല്ലാതെ ശശി തരൂരിനെ പോലെ ഇവിടെ ബാഴ്സലോണ മോഡലാക്കും എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ല അദ്ദേഹം ചെയ്തത്. ഇപ്പോഴും ബാഴ്സലോണ മോഡലായിട്ടില്ലെന്ന് മാത്രമല്ല, നരക മോഡലായിരിക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഒന്ന് തമ്പാനൂരിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോ ഇരിക്കുന്ന ശാസ്തമംഗലത്തേക്ക് വരാനോ എന്ത് പ്രയാസമാണ്. വഴി നീള ഗർത്തങ്ങളാണ്, അഗാധ ഗർത്തങ്ങളാണ്. ഏറ്റവും മോശമായിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത തരം ഗതാഗതമാണ്. ഒരു നിശ്ചയമില്ല എവിടെ എത്തിച്ചേരുമെന്ന്. കുഴികളാണ് എവിടെ. എല്ലായിടത്തും ട്രാഫിക് പോലീസ് എന്നിട്ട് പോകേണ്ട വണ്ടി ഇതുവഴിയില്ല, പകുതി വഴിയാകുമ്പോൾ പറയുക കുഴികൾ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് പ്ലാനിങ്ങിൻ്റെ ആസൂത്രണത്തിൻ്റെ കുഴപ്പം കൊണ്ട് ഇപ്പോൾ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുക. ഇതൊക്കെ വോട്ട് ഷെയറിനെ ബാധിക്കും. ഈ നരകയാതന അനുഭവിക്കുന്ന ജനങ്ങളുടെ വോട്ട് അത് വൻതോതിലല്ല, പാർട്ടി വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കും, അതവർക്ക് തന്നെ കിട്ടും. പാർട്ടി വോട്ടുകൾ മാത്രമല്ല ഇതിനെ സ്വാധീനിക്കുന്നത്, പാർട്ടി വോട്ടുകൾ, മതത്തിൻ്റെ വോട്ടുകൾ, അതുപോലെ തന്നെ സമുദായത്തിൻ്റെ വോട്ടുകൾ, ഇതെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. പക്ഷേ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ് പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തിന് നല്ലൊരു വോട്ട് ഷെയർ കിട്ടും. അതുപോലെ തന്നെ ശശി തരൂർ തന്നെ ഇപ്രാവശ്യം വിജയിക്കാൻ സാധ്യത എന്നിട്ടുമുണ്ടെന്നാണ്. കാരണം വമ്പിച്ച ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അദ്ദേഹം നേടിയിരുന്നു. ആ ആത്മവിശ്വാസം വേണ്ട, അത്രയൊന്നും കിട്ടുകയില്ല. പക്ഷേ ഇവിടെ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ശരിക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തേക്ക് വരാം. സാധ്യതയില്ല. A+ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നതെങ്കിലും
ഇവിടെ അതിന് വളരെയധികം സാധ്യത കുറവുള്ള ഒരു മണ്ഡലമാണ് ബി ജെ പിക്ക്.